യാഥാർത്ഥ്യത്തിൽ രാധ മരിച്ചോ? രാധയുടെ മരണം സംബന്ധിച്ച വിവരങ്ങൾ പുരാണങ്ങളിലും പുരാതന ഗ്രന്ഥങ്ങളിലും അത്ര വ്യക്തമല്ല. രാധയുടെ ജീവചരിത്രം ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും പ്രത്യക്ഷമായി കാണുന്നില്ല. ചില പൗരാണിക കഥകളിൽ പറയുന്നത് രാധ ആത്മാവായി കൃഷ്ണനോടൊപ്പം ചേർന്നു. പക്ഷേ ചില വർണ്ണനകളിൽ രാധയെ കൃഷ്ണൻ വിട്ടുപോയതിനു ശേഷം രാധ വിഷാദത്തിൽ ജീവിച്ചുവെന്ന് പറയുന്നു. ചില കഥകൾ പറയുന്നത് രാധയ്ക്ക് കൃഷ്ണനെ മറക്കാൻ കഠിനമായിരുന്നു. അവൾ തന്റെ ജീവിതം മുഴുവൻ കൃഷ്ണനോടൊപ്പമെന്ന വിചാരത്തിൽ ജീവിച്ചു. വേറൊരു കണക്കുപ്രകാരം കൃഷ്ണൻ ദ്വാരകയിൽ പോയ ശേഷം രാധ വൃന്ദാവനത്തിൽ തന്നെ തപസ് ചെയ്ത് ആത്മീയമായ നിലയിലേക്ക് പ്രവേശിച്ചു. ചില കഥകളിൽ രാധയെ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കുള്ള യാത്രക്കു മുമ്പ് വിട പറഞ്ഞു എന്നുണ്ട്. മറ്റൊരാചാരത്തിൽ ശ്രീകൃഷ്ണൻ തന്റെ അന്തിമസമയത്ത് രാധയെ വീണ്ടും കണ്ടു എന്നും പറയുന്നു. ചില ലീലാഗാനങ്ങളിൽ പറയുന്നു രാധ കൃഷ്ണനെ കാണാനായി ദ്വാരകയിലെത്തി. അവിടെ കൃഷ്ണൻ ദൈവസ്വരൂപത്തിൽ അവളെ പുനഃസംയുക്തമാക്കി എന്നും. രാധയുടെ മരണം എന്നത് ഭൗതികമല്ല, അവൾ കൃഷ്ണനിലേക്കുള്ള ആത്യന്തിക ലയനം എന്നു തന്നെയാണ് ഭക്തിമാർഗത്തിൽ പറയുന്നത്. രാധയുടെ ശരീരമൃത്യു എന്നതേക്കാൾ കൂടുതൽ അവളുടെ കൃഷ്ണനിലേക്കുള്ള ആത്മലയമാണ് പുരാതന വിശ്വാസങ്ങളിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ഉയർത്തിക്കാണിക്കുന്നത്. അതുകൊണ്ട് രാധ യഥാർത്ഥത്തിൽ മരിച്ചോ എന്നത് ആധ്യാത്മികവുമായ വിശ്വാസപരമായ വിഷയമാണ്.